എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേര് കപ്പിങ്ങിനെ കുറിച്ചിട്ട് ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. കപ്പിങ്ങിന് എന്താണ് ചികിത്സ, ഇത് എന്ത് ചികിത്സയാണ്, അല്ലെങ്കിൽ ഇത് ആയുർവേദമാണോ അതോ വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതാണോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് സ്കിപ്പ് മൈ വീഡിയോ, കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ. ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയാറുണ്ട്, ആരൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. അതേമാതിരി എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ പോലെ, അതിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട് ഇൻ ഡീറ്റെയിൽ. എന്നാലും കുറച്ച് ഉത്തരങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കപ്പിംഗ് ബേസിക്കലി ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആയുർവേദ. ഓക്കെ, രക്തമോക്ഷണം എന്ന് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതായത് രക്തത്തിനെ കളയുക എന്നുള്ളതാണ്. ഈ രക്തത്തിനെ കളയുക എന്നുള്ളത് മാത്രമല്ല, ബോഡിയിലെ ടോക്സിൻസിനെ നമ്മൾ കളയാണ്. എല്ലാ അസുഖത്തിൻ്റെയും സോഴ്സ് എവിടെ നിന്നാണ്? എന്താണ് സോഴ്സ്? വയറ്. ഓക്കെ, മനസ്സിലായി. പക്ഷേ എല്ലാ അസുഖത്തിൻ്റെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ഒരു സോഴ്സ്. അപ്പം നമ്മൾ ഏത് അസുഖത്തിനാണെങ്കിലും നമ്മൾ വേസ്റ്റ് കളയുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ഛർദ്ദിച്ചു അല്ലെ, കഫം പോയി, അപ്പം നമുക്ക് ഹാവ് എന്നൊരു ആശ്വാസം മൈൻഡിൽ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വയറ് ഇളകിപ്പോയി, ഒന്ന് ഫ്രീ ആയി. ആ ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ രക്തമോക്ഷണം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് അട്ടചികിത്സ ആയിക്കോട്ടെ, അട്ടയുടെ പകരം ഇവിടെ കപ്പാണെന്ന് മാത്രം, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലഡിലൂടെ വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് കളയണം, നമ്പർ 1. നമ്പർ 2, നീര് ഉള്ള ആൾക്കാർക്ക് നമുക്കത് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വല്ലാതെ വാക്യൂം ആ ഗണ്ണ് വെച്ചിട്ട് വല്ലാതെ വലിക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു പിക്ചർ ഇടുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ വല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ ആ മുറിവുകൾ കുറച്ചും കൂടി വലുതാവും. അങ്ങനെയല്ല, നമ്മൾ 2 times ഒക്കെ വലിച്ചാൽ മതി, ധാരാളമാണ്. 3 4 times ഒന്നും വലിക്കേണ്ട കാര്യമില്ല. ഇനി എങ്ങാനും ചിലവർക്ക് കപ്പ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് എന്തിനാണ് ഇത് ചികിത്സ എന്ന് വെച്ചാൽ വേസ്റ്റ് കളയാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരുന്നതായിട്ട് കാണില്ല. സ്ത്രീകൾക്കാണെങ്കിലും മാസം പീരീഡ്സ് ഉണ്ട്, അപ്പോൾ അവർക്കും ഈ പറയണ മാതിരി. എന്നാലും ഇതിൻ്റെ കൂടെ ഈ കപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു സുഖചികിത്സയുമാണ്, അതൊരു ചികിത്സയുമാണ്. അതായത് നമുക്ക് വെൽനെസ് ആയിട്ടും നമുക്ക് ചെയ്യാം, അസുഖമുള്ളവർക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഇല്ലാത്തവർക്കും ചെയ്യാം. അസുഖമില്ലാത്തവർക്ക് 6 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. അസുഖമുള്ളവരാണെങ്കിൽ അത് ചെയ്തതനുസരിച്ച് ആൾക്കാർ പറയും 2 ആഴ്ച കൂടുമ്പോഴാണോ 3 ആഴ്ച കൂടുമ്പോഴാണോ. ഓരോ അസുഖത്തിനെയും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന സംശയം, വീണ്ടും വരുമോ? നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഇനി ബ്ലഡ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. പിന്നെയുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ലാത്തത്. അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആർക്കാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബോഡിയുടെ ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ ചില പോയിന്റ്സിൽ മാത്രമേ നമുക്ക് ബോഡിയുടെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡിയുടെ ബാക്കിൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ വീണ്ടും ഒരു പിക്ചർ ഇടുന്നുണ്ട്. പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ ഓർഗൻസ് എല്ലാം ബാക്കിലോട്ടാണ് തള്ളി നിൽക്കുന്നത്. ഒരുപാട് പേര് ധരിക്കും ഫ്രണ്ടിലോട്ടല്ലേ തള്ളി നിൽക്കുന്നത്. അല്ല, ബോഡിയുടെ ബാക്കിലേക്കാണ് ഓർഗൻസ് തള്ളി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈനൽ കോഡിൻ്റെ എല്ലാ നെർവും കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓർഗൻസിലേക്കാണ്. അപ്പോൾ ഓബിയസ്ലി നമുക്ക് കിട്ടുന്ന ഈ അസുഖങ്ങളും കാര്യങ്ങളും അതിൻ്റെ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്തിലേക്കാണ്? ഈ നെർവിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തന്നെ പറയും എന്തോന്ന് ഫ്രീ ആയി എന്നൊരു ഫീലിംഗ് നിങ്ങൾ തന്നെ പറയും. പിന്നെ ഇതിനങ്ങനെ പഥ്യങ്ങളൊന്നുമില്ല. ആകെ ആൽക്കഹോൾ കഴിക്കുന്നവർ കഴിക്കാൻ പാടില്ല. പിന്നെ ആ ദിവസം മാത്രം പറ്റുന്നുണ്ടെങ്കിൽ നോൺ വെജ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. കാരണം ബ്ലഡ് ഇങ്ങനെ ആ സമയത്ത് ഫ്രഷ് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൈപ്പിലെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് എന്തായിരിക്കും, കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഉള്ള വെള്ളം ഒന്ന് കളയട്ടെ പൊക്കോട്ടെ എന്ന് പറയും അല്ലെ. അതേമാതിരി തന്നെ ആ നല്ല ബ്ലഡ് വന്നുകൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. സോ ഹാവ് എ നൈസ് ഡേ.